സ്ഥലത്ത് ദൈവത്തെ സ്തുതിപ്പാൻ അധികാരവും നിയമപ്രകാരമുള്ള അനുവാദവും നമുക്ക് ലഭിച്ചിരിക്കുമ്പോൾ ഈ സമയം നാം ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ. ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാനും മനസ്സ് തുറന്ന് ദൈവത്തെ ആരാധിക്കാനും അനുവാദമില്ലാത്ത സ്ഥലങ്ങളിൽ ആത്മാക്കൾ നീറുമ്പോൾ, ഒന്ന് ഉള്ളു തുറന്നാരാധിക്കുവാൻ ജനം കൊതിക്കുമ്പോൾ, നിയമത്തിന്റെ മുൻപിൽ പലരും വിറയ്ക്കുമ്പോൾ, ഈ പരസ്യ സ്ഥലത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ അനുവാദവും അധികാരവും അധികാരികളിൽ നിന്ന് ലഭിച്ച ദൈവമക്കളാണ് ഇതിനകത്തിരിക്കുന്നതെങ്കിൽ ആരും അതരമടക്കി മൗനമായിരിക്കാതെ നമ്മുടെ കീഴ്വഴക്കങ്ങളെ നോക്കി, നമ്മുടെ പരിചയങ്ങളെ നോക്കി ഇതിനകത്ത് നിശബ്ദമായിരിക്കാതെ ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്ന വചനപ്രകാരം ഇന്നൊരു രാത്രി ഇതിനകത്തിരിക്കുന്ന സകല ദൈവമക്കളും, വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കളും, ആരാധനയുടെ മഹത്വം ആത്മാവിൽ അനുഭവിക്കുന്ന ദൈവമക്കൾ, അതിലൂടെ ആത്മനിർവൃതി ഏറ്റെടുത്തിട്ടുള്ള ദൈവമക്കൾ അതരം ചലിപ്പിക്കട്ടെ. പോരാ, ശബ്ദമുയർത്തി ശക്തിയോടെ അല്പനേരം പിശുക്കുകൂടാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രമെന്ന് പറഞ്ഞ പൗലോസിനോട് ചേർന്ന് ദാനങ്ങൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദാതാവിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശബ്ദമുയർത്തി ശക്തിയോടെ എല്ലാവരും കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹത്തിലായിരുന്ന അഭിഷക്തന്മാരുടെ കാലും കൈയും മാത്രമാണ് ആമത്തിലിട്ടത്. അവരുടെ നാവിനെ ബന്ധിക്കുവാൻ അധികാരികൾക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആമത്തിലിടാത്ത അതരം ചലിപ്പിച്ച് അർദ്ധരാത്രിയിൽ ആരാധിച്ച അഭിഷക്തന്മാരാണ് നമ്മുടെ മുൻഗാമികളെങ്കിൽ, നമ്മുടെ പിൻഗാമികളെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ സ്വതന്ത്രരാണ്. അങ്ങനെയെങ്കിൽ ശബ്ദമുയർത്തി ശക്തിയോടെ അല്പനേരം കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അർദ്ധരാത്രിയിൽ അഭിഷക്തന്മാർ ആരാധനയ്ക്കായി അതരം തുറന്നപ്പോൾ റോമ ഗവൺമെന്റിന്റെ ഒരു വലിയ ഉദ്യോഗസ്ഥന, ഒരു ജയിൽ സൂപ്രണ്ടും കുടുംബവുമാണെന്ന് ഓർക്കണം. കർത്താവിങ്കലേക്ക് നയിക്കപ്പെട്ടത്, നടത്തപ്പെട്ടത് മനസ്സു തുറന്ന് ദൈവത്തെ സ്തുതിക്കാനും ആരാധന കൊണ്ട് ഇതിനകത്തൊരു സിംഹാസനം ദൈവത്തിന് ഒരുക്കാനും ദൈവജനം അതരങ്ങളെ ചലിപ്പിക്കുമെങ്കിൽ ജനത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന ദേശാധിപതിയുടെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി തകർന്നു മാറിയിട്ട് വിടുതലിനായി കൊതിക്കുന്ന ജനം പുറത്തേക്ക് വന്നിട്ട് കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ ഇടവരുമെന്ന് വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട് ദൈവമക്കൾ ദൈവത്തിന് വീണ്ടും സ്തോത്രം ചെയ്യട്ടെ ശക്തിയോടെ. യെസ്, ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ ഇവിടെ രോഗശാന്തിയുടെ കൃപ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. വചനത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ച് തുടങ്ങട്ടെ. ഈ കോമ്പൗണ്ടിന് ചുറ്റും ദൈവം തന്റെ ദൂതന്മാരെ ഇന്ന് രാത്രി നിർത്തിയിരിക്കുന്നു. നാം തനിച്ചല്ല, സൈന്യങ്ങളുടെ കർത്താവ് നമ്മോടുകൂടെയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ്. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അവിടുത്തെ വലിയ നാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാവരും അവിടുത്തെ സന്നിധിയിലുണ്ട് കർത്താവേ. അങ്ങും വാഗ്ദത്തം പോലെ ഞങ്ങളുടെ നടുവിലുള്ളത് കൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾ ക്രൂശിൽ മറയുകയാണ്. ഇന്ന് രാത്രി ഞങ്ങളുടെ രക്ഷിതാവിനെ ഉയർത്തേണ്ടതിന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈ കോമ്പൗണ്ടിന് ചുറ്റും ആത്മജീവികളുടെ അകമ്പടിയുള്ളതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിന്റെ പ്രകാശനം ഹൃദയങ്ങളിൽ വെളിപ്പെടാതിരിക്കേണ്ടതിന് ജനത്തെ തടയുന്ന ഈ ദേശത്തിന്റെ അധിപതിയുടെ നേരെ ആത്മാവിൽ ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവേ. ഈ രാത്രി ജയം ഞങ്ങൾ അവകാശപ്പെടുകയാ. സത്യമറിഞ്ഞിട്ടും രക്ഷിതാവിലൂടെ വെളിപ്പെടുന്ന വിടുതലിന്റെ മഹത്വം അറിഞ്ഞിട്ടും മറഞ്ഞിരിക്കുന്ന ചിലര്
ഒളിഞ്ഞിരിക്കുന്ന ചിലര് ഈ ദിവസങ്ങളിൽ രംഗത്ത് വന്ന് പുറത്തു വന്ന് ഉച്ചത്തിൽ പരസ്യമായി ദൈവത്തെ സ്തുതിക്കേണ്ടതിന് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തെ ജനത്തിനായി വിഭജിക്കണമേ, യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. വളരെ ശാന്തമായിട്ട് ആത്മീയ പ്രബുദ്ധരായ എന്റെ മാന്യ കേൾവിക്കാർക്കു വേണ്ടി ഈ തിരുവചന ഭാഗം വിശകലനം ചെയ്തു പോകുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കാഴ്ചക്കാരെ പോലെ, കേൾവിക്കാരെ പോലെ സുവിശേഷ യോഗങ്ങളിൽ വന്നിരുന്നിട്ട് പോകുന്ന കാലം കഴിഞ്ഞെന്ന് ചിന്തിക്കുന്നൊരു സഹോദരനാണ് ഞാൻ. ഇതൊരാത്മീയ ശുശ്രൂഷയാണ്. സുവിശേഷ യോഗം നമുക്ക് പാടാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനുമുള്ളതല്ല. അതിന് യോഗത്തിൽ അവസരം ഒരുക്കപ്പെടുമെങ്കിലും ലക്ഷ്യം ദേശത്തിന്റെ വിടുതലാണ്. ആ ശുശ്രൂഷ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു. ആ ഉത്തരവാദിത്ത ബോധം ഉള്ളത്തിൽ സൂക്ഷിക്കുന്ന ദൈവമക്കൾ ആത്മാർത്ഥമായി ഈ ശുശ്രൂഷയിൽ എന്നോടൊപ്പം സഹകരിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈശോ മിശിഹ ഈ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തു എന്ന് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 35 അത്ഭുതങ്ങളാണ്. 35 അത്ഭുതങ്ങളുടെ ലിസ്റ്റ് 4 സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് യേശു 35 അത്ഭുതങ്ങളെ ചെയ്തുള്ളൂ എന്നർത്ഥമില്ല. വെറും 7 അത്ഭുതങ്ങളെക്കുറിച്ച് മാത്രം 21 അധ്യായങ്ങളിൽ പരാമർശിച്ച ശ്ലീഹ യോഹന്നാൻ യേശുവിന്റെ ചെയ്തികളെ പരാമർശിച്ച് നടത്തിയ ഒരു പ്രസ്താവന ഇതാണ്: യേശു ചെയ്ത മറ്റു പലതും ഉണ്ട്. യേശു പറഞ്ഞ എന്നല്ല, യേശു ചെയ്ത മറ്റു പലതും ഉണ്ട്. അവയെല്ലാം എഴുതിയാൽ ആ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല. ആ വാക്യമൊക്കെ ധ്യാനിച്ചിട്ടുണ്ടോ? നമുക്കാകെ ഇഷ്ടമുള്ളത് സങ്കീർത്തനമാണ്. അതിനപ്പുറം ഇപ്പുറം നമ്മൾ സാധാരണ കടക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബൈബിളിന്റെ സെന്റർ നോക്കിയാൽ, മധ്യഭാഗം നോക്കിയാൽ നരച്ചിരിക്കുക. ബൈബിളിന്റെ സെന്ററിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സെന്ററിന്റെ കാര്യമല്ല. ബൈബിളിലെ സെന്റർ നരച്ചിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞത്. തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെയുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിച്ചാൽ പരപ്രേരണ കൂടാതെ നിർത്താതെ ആരാധിക്കാൻ ഭക്തന്മാർക്ക് കഴിയുമെന്ന എന്റെ വിശ്വാസം. യേശു ചെയ്ത മറ്റു പലതുമുണ്ട്. അവയെല്ലാം കൂടെ എഴുതിയാൽ ആ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ ശ്ലീഹ യോഹന്നാൻ സമർത്ഥിച്ച ആശയം മറ്റൊന്നുമല്ല. ഞാൻ വെറും 7 അത്ഭുതങ്ങളെക്കുറിച്ച് മാത്രമേ, യേശുവിന്റെ പ്രധാനപ്പെട്ട 7 ചെയ്തികളെക്കുറിച്ച് മാത്രമേ എന്റെ 21 അധ്യായമുള്ള പുസ്തകത്തിൽ ഉല്ലേഖനം ചെയ്തിട്ടുള്ളൂ. എന്നാൽ മശിഹ തമ്പുരാൻ 3.5 വർഷം കൊണ്ട് ചെയ്ത കാര്യങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ ആ പുസ്തകങ്ങൾ
ലോകത്തിൽ ഒതുങ്ങില്ലെന്ന് പറയുമ്പോൾ യേശു ചെയ്ത അത്ഭുതങ്ങളുടെ കൃത്യമായ കണക്കോ സ്ഥിതിവിവരമോ ലോകത്തിലെ ഒരു പണ്ഡിതന്റെ കയ്യിലില്ല, ഒരു കമന്ററികളിലുമില്ല. അങ്ങനെയെങ്കിൽ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത യേശുവിന്റെ അത്ഭുത പരമ്പരയിൽ നിന്ന് അതിപ്രാധാന്യമർഹിക്കുന്ന 35 അത്ഭുതങ്ങളെ 4 സുവിശേഷങ്ങളിലായി ദൈവത്തിന്റെ ആത്മാവ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതാണ് യുക്തം. ഞാൻ സാധാരണ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ, ഓർപ്പിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പദമുണ്ട്. യോഹന്നാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. നാളിതുവരെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ ഒരു കൃത്യമായ ലിസ്റ്റ് തയ്യാറാക്കി എണ്ണം പറയാൻ തന്റെ ഇടമുള്ള ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഇത്ര കാര്യങ്ങളെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു എന്ന് കൃത്യമായി എണ്ണം പറയാൻ കഴിയുന്ന ആരും ഈ യോഗത്തിലുണ്ടാവില്ല. അതുകൊണ്ട് ശ്ലീഹ പൗലോസും ആ ആശയത്തെ ഒരു വാചകത്തിൽ ഒതുക്കിയത് പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ എന്നെ വിളിച്ചവനിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ളതിന് കൃത്യമായ ഒരു കണക്കെനിക്ക് പറയാൻ കഴിയില്ല. അത് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. എന്നാൽ എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവിലൂടെ അളവില്ലാതെ എണ്ണമറ്റ നന്മകൾ അനുഭവിച്ച ദൈവമക്കളുടെ അധരത്തിൽ ആരാധനയുണ്ടെങ്കിൽ, അന്തരംഗത്തിൽ അതിനുള്ള ആവേശമുണ്ടെങ്കിൽ, ദൈവമക്കൾ അധരങ്ങളെ ചലിപ്പിച്ച് കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത്, പറഞ്ഞു തീരാത്ത ദാനങ്ങളെ ഓർത്ത്, ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഒരല്പനേരം ശബ്ദമുയർത്തി എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ 35 അത്ഭുതങ്ങളെ കുറിച്ച് 4 സുവിശേഷത്തിൽ നിന്ന് നാം പഠിച്ചു വരുമ്പോൾ പഠന സൗകര്യത്തിന് വേണ്ടി 6 മണ്ഡലങ്ങളായിട്ട്, 6 ഭാഗങ്ങളായിട്ട് ഈ 35 അത്ഭുതങ്ങളെ തരംതിരിക്കാം. 1, യേശു പള്ളിക്കകത്ത് വെച്ച് ചെയ്ത അത്ഭുതമാണ്. 2, യേശു വീട്ടിൽ വെച്ച് ചെയ്ത അത്ഭുതമാണ്. 3, യേശു വഴിയിൽ വെച്ച് ചെയ്ത അത്ഭുതമാണ്. 4, യേശു വെള്ളത്തിൽ വെച്ച് ചെയ്ത അത്ഭുതമാണ്. 5, യേശു മരുഭൂമിയിൽ വെച്ച് ചെയ്ത അത്ഭുതമാണ്. 6, യേശു സെമിത്തേരിയിൽ വെച്ച്, നാടൻ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ ശവക്കോട്ടയിൽ വെച്ച് യേശു ചെയ്ത അത്ഭുതം. ഞാൻ പ്രസംഗിക്കുന്ന എന്റെ കർത്താവിന് സെമിത്തേരിയിലും ചിലത് ചെയ്യുവാൻ കഴിയും. മനുഷ്യന്റെ പ്രതീക്ഷ എരിഞ്ഞടങ്ങുന്ന, നഷ്ടപ്പെടുന്ന മണ്ഡലമായ ശവക്കോട്ടയിലും ചില വൻകാര്യങ്ങൾ ചെയ്യുവാൻ ശക്തനത്രേ നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഇങ്ങനെ 6 ഭാഗങ്ങളായി യേശുവിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വരുമ്പോൾ, യേശു വഴിയിൽ വെച്ച് ചെയ്ത ഒരു അത്ഭുതമാണ് ഈ രാത്രി നമ്മൾ അല്പം വിശദീകരിച്ച് ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. യേശു വഴിയിൽ വെച്ച് ചെയ്ത അത്ഭുതം. യേശുവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷ
പ്രധാനമായും 4 അധികാര മേഖലകളിലായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രധാനമായി 4 മേഖലകളിലാണ്, 4 മണ്ഡലങ്ങളിലാണ് യേശു തന്റെ അധികാരം വെളിപ്പെടുത്തിയത്. 1, രോഗങ്ങളുടെ മേൽ യേശു തന്റെ അധികാരം വെളിപ്പെടുത്തി. 2, ഭൂതങ്ങളുടെ മേൽ യേശു തന്റെ അധികാരം വെളിപ്പെടുത്തി. 3, പ്രകൃതിയുടെ മേൽ യേശു തന്റെ അധികാരം വെളിപ്പെടുത്തി. 4, മരണത്തിന്റെ മേൽ യേശു തന്റെ അധികാരം വെളിപ്പെടുത്തി. നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് അധികാരമുള്ളവനാണ്. അധികാരമുള്ള യേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ലോകത്തിലെ എല്ലാ ഭരണാധികാരികളെക്കുറിച്ചും അധിപന്മാരെക്കുറിച്ചും നമ്മൾ പഠിച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കേരളത്തിലുള്ള അധികാരമേ ഉള്ളൂ, അല്ലേ? അതെ. ഇതുപോലെ ഓരോ ജില്ലകൾ തോറും പഠിച്ചാലും, ഓരോ സ്റ്റേറ്റ് തോറും തരംതിരിച്ച് പഠിച്ചാലും അതാത് അധികാരികൾക്ക് അവരുടെ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്ന അധികാരമേ ഉള്ളൂ. എന്നാൽ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ അധികാരികളുടെ മേൽ അധികാരമുള്ള കർത്താവിന്റെ നാമത്തില് ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഈ ഗ്രൗണ്ടിലായിരിക്കുന്നതെങ്കിൽ അധികാരമുള്ള കർത്താവിനെ അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ അതരം തുറന്ന ദൈവത്തിന് സ്തോത്രമർപ്പിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അധികാരം ഉള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ഈ 4 മേഖലകളിലാണ് തന്റെ ശുശ്രൂഷ പ്രധാനമായും കേന്ദ്രീകരിച്ചത്. അതിൽ യേശുവിന്റെ അധികാരം താൻ വെളിപ്പെടുത്തിയ രോഗങ്ങളുടെ മേൽ എന്ന ഭാഗത്തിന് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ആ ഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുന്ന വിഷയം. അഥവാ രോഗത്തിൽ നിന്ന് ഉണ്ടായ, യേശുവിലൂടെ ഉണ്ടായ ഒരു വിടുതലാണ് നമ്മളൊരു അല്പനേരം ധ്യാനിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. ഇനി യേശുവിന്റെ രോഗങ്ങളുടെ മേലുള്ള അധികാരം അഥവാ രോഗശാന്തി ശുശ്രൂഷ എന്ന ഭാഗം നാം പഠിക്കുമ്പോൾ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. യേശുവിന്റെ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, യേശു ഇരിക്കുന്ന ഇടത്ത് രോഗി വന്ന് നേടിയ സൗഖ്യം, നേടിയ വിടുതൽ. 2, രോഗി ഇരിക്കുന്ന ഇടത്ത് യേശു ചെന്ന് നൽകിയ വിടുതൽ. പ്രൈസ് ദി ലോർഡ്. എന്നെ വളരെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്ന അതിനകത്തെ ഒരു ആശയം, ചെന്നാലും വിടുതല, വന്നാലും വിടുതല. ഈ രാത്രി ഒരു വിടുതൽ വിശ്വാസ കണ്ണാൽ കാണാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ചെന്നാലും വന്നാലും വിടുതൽ. പ്രൈസ് ദി ലോർഡ്. ഈ 2 ഭാഗങ്ങളെ പരാമർശിച്ച് ഒരു ചെറിയ ആശയം അവതരിപ്പിച്ചിട്ട് വേണം നമുക്ക് ഈ വിഷയത്തിലേക്ക് കിടക്കാൻ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് തിരുവചനത്തിന്റെ സഹായത്തോടുകൂടെ തന്നെ ഒരു വഴി തെളിച്ച് വരികയാണ്. യേശു ഇരിക്കുന്നയിടത്ത്, യേശു ഇരുന്നയിടത്ത് രോഗി ചെന്നോ തനിയെ ചെല്ലാൻ കഴിയാത്ത രോഗിയെ കൊണ്ടുചെന്നോ നേടിയ വിടുതൽ, നേടിയ സൗഖ്യം. അതിന്
പുതിയ നിയമത്തിൽ ഞാൻ വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല. പുതിയ നിയമത്തിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ ഒരു ഭാഗമുണ്ട്. കോട്ടയം പരിസരങ്ങൾ എന്ന് പറയുമ്പോൾ ധാരാളം ദൈവവചന പണ്ഡിതന്മാരുടെ പാദം ചവിട്ടിയ മണ്ണാണ്. അനുഗ്രഹീതരായ അഭിഷക്തന്മാരുടെ പ്രഭാഷണങ്ങളിലൂടെ ദൈവവചനം സംബന്ധിച്ച്, തിരുവെഴുത്തുകളെ സംബന്ധിച്ച് സാമാന്യ ധാരണയും പിടിപാടുമുള്ളവരാണ് എന്റെ കേൾവിക്കാർ എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു വിശദമായ വിശകലനത്തിന് മുതലാതെ ഏറ്റവും പ്രസക്തവും പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കഫർന്നഹൂമിൽ യേശു ഒരു വീട്ടിലുണ്ട് എന്ന് നാട്ടിൽ ശ്രുതി ആയപ്പോൾ ഒരു പക്ഷപാതക്കാരനെ 4 പേര് ചേർന്ന് ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കൽ ചെന്ന് സൗഖ്യമായി മടങ്ങിയ സംഭവം യേശുവിന്റെ രോഗശാന്തി ശുശ്രൂഷയിലെ 1-ാം ഭാഗമാണ്. യേശു ഇരിക്കുന്നയിടത്ത് ചെന്ന് നേടിയ വിടുതൽ. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗത്ത് ഈ 4 പേര് രോഗിയെയും കൊണ്ട് കിടക്കയോടെ ചെല്ലുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് പുരുഷാര നിമിത്തം അകത്ത് കിടക്കുവാൻ കഴിഞ്ഞില്ല. അവര് വീടിന്റെ മേൽക്കൂര ഇളക്കി മാറ്റി യേശു ഇരുന്ന ഇടത്ത് രോഗിയെ കിടക്കയോടെ ഇറക്കി വെച്ചു എന്ന് നാം വായിക്കുന്നു. ഞാൻ ആ ഭാഗം 1-2 ആശയങ്ങൾ അതിനകത്ത് എന്റെ ഹൃദയത്തിൽ പങ്കുവയ്ക്കാനായി പ്രേരണയുള്ളതുകൊണ്ടാണ് ഒന്ന് തൊട്ടുപോകാമെന്ന് താല്പര്യപ്പെടുന്നത്. പുരുഷാര നിമിത്തം ഈ വിടുതൽ ആവശ്യമുള്ള വ്യക്തിയെ നേരിട്ട് യേശുവിന്റെ മുമ്പിൽ എത്തിക്കാൻ ആ രോഗിയെ കൊണ്ടുവന്നവർക്ക് കഴിഞ്ഞില്ല. നമ്മളാണ് എന്ത് ചെയ്യും? ന്യായമായി നമ്മളാണ് എന്ത് ചെയ്യും? വല്ലവരുടെ വീട് പൊളിക്കാൻ നിൽക്കുവോ നമ്മള്? പുരുഷാര നിമിത്തം അകത്തോട്ട് കടപ്പാൻ കഴിഞ്ഞില്ല. ജനമെല്ലാം തിങ്ങിക്കൂടിയിരിക്കുക. അതിനകത്ത് മറ്റൊരു ന്യായമുള്ളത്, ഇവിടെ മറ്റുള്ളവരൊക്കെ അവിടെ ഇരിക്കുന്നു പുരുഷാര നിമിത്തം. അപ്പൊ അവരാരും പക്ഷപാത രോഗികളല്ല. ഈ കൊണ്ടുവന്നവനെ അപേക്ഷിച്ച് സുഖമുള്ളവരാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ അസുഖം കൂടുതലുള്ളവന് വേണ്ടി ഈ കുറവുള്ളവര് ഒരു വഴി ഒരുക്കി കൊടുത്തില്ലല്ലോ എന്നുള്ളത് അല്ലെ? വിടുതൽ ആവശ്യമുള്ളവന് വേണ്ടി ഒന്ന് ഒതുങ്ങിക്കൊടുത്തില്ലല്ലോ എന്നുള്ളത് ഒരു സങ്കടകരമായ സത്യമാണ്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. ഈ കൂടെ ഇരിക്കുകയാണെന്നും അടുത്തിരിക്കുകയാണെന്നും അഭിമാനിക്കുന്നവര് ഒതുങ്ങാൻ തയ്യാറായാൽ വലിയ കഷ്ടപ്പാടില്ലാതെ ചില വിടുതൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. പക്ഷേ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം, ഈ കൊണ്ടുവന്നവർ ഈ വീടിന്റെ മേക്കൂര പൊളിച്ചപ്പം ന്യായമായിട്ട് ആ വീട്ടുകാരന് വേണമെങ്കിൽ എതിർക്കാം. എനിക്ക് ആ വീട്ടുകാരനെ പോലെ 10 കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്വത്രം സ്വന്തം വീടിന്റെ മേക്കൂര നാട്ടുകാര് വന്ന് പൊളിച്ചപ്പം ആ വീട്ടിൽ കർത്താവിന്റെ അടുത്തിരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്ന വീട്ടുകാരൻ വിടുതലിനെ കുറിച്ച് വലിയ കാഴ്ചപ്പാടുള്ളവനായിരുന്നു. സ്വന്തം വീട് തകർന്നാലും വേണ്ടില്ല, ചില തകർക്കപ്പെട്ട ആത്മാക്കൾ വിടുവിക്കപ്പെടണമെന്നുള്ള ആ വീട്ടുകാരന്റെ കാഴ്ചപ്പാട് എത്ര പ്രശംസനീയമാണ്. സഹോദരി സഹോദരന്മാരെ,
നമ്മുടെ ആത്മഭാരത്തെ ആശ്രയിച്ച ആത്മാക്കളുടെ വിടുതല് ദേശത്ത് വെളിപ്പെടുന്നുള്ള കാര്യം ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ച് പറയുന്നു. ആത്മഭാരത്തോടെ ചിലർ ഇവിടെ ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ചില വിടുതലുകൾ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ ഈ പന്തലിൽ ദൈവാവസരമൊരുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആ വീട്ടുകാർ എന്ത് നല്ല മനുഷ്യനാ. ഒരു മനുഷ്യന്റെ വിടുതലിന് വേണ്ടി വീടിന്റെ മണ്ട പോയാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് സഹിച്ചിരുന്നു. പോട്ടെ, വീടിന്റെ മേൽക്കൂര പൊളിച്ചു, കിടക്കയോടെ ഇറക്കി വെച്ചെന്ന. കിടക്കയോടെ കട്ടിലാണ് ഇവനെ കൊണ്ടുവന്നത്. കിടക്കയോടെ ഇവനെ ഇറക്കി വെച്ചു എന്ന് പറയുമ്പോ യേശുവിന്റെ മുൻപിൽ ഇപ്പോൾ കട്ടിലിറക്കി വെക്കാനുള്ള സ്ഥലം ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? മുമ്പ് ഇവനെയും കൊണ്ടുവന്നപ്പം പുരുഷാരം നിമിത്തം അവന്റെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ മുകളിൽ നിന്ന് കട്ടിലിറങ്ങി വന്നപ്പോൾ ഒതുങ്ങാത്ത ഒരുമാതിരി സൈസല്ല ഒതുങ്ങി. അതതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ പലരും ഒതുങ്ങണമെങ്കിൽ താഴെക്കൂടെ കട്ടിൽ വന്ന ഒതുങ്ങുകയില്ല, മേളിന്ന് വല്ലോ ഇറങ്ങി വരണം. ഒരു കാര്യം സത്യമാണ്, ഒരു കുടുംബത്തിന്റെ വിടുതലോ ഒരു ദേശത്തിന്റെ വിടുതലോ ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം കുറിച്ചാൽ അതിനാരൊക്കെ തടസ്സം നിന്നാലും ദൈവം തന്റെ പദ്ധതി ദേശത്ത് വെളിപ്പെടുത്തുമെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ഈ കർത്താവിന്റെ അടുക്കലേക്ക്, യേശുവിന്റെ അടുക്കലേക്ക് വിടുതൽ ആവശ്യമുള്ള ജനത്തെ അടുപ്പിക്കാതെ, അടുത്തു ചെല്ലാൻ അനുവദിക്കാതെ, അടുത്ത ആളുകളെന്ന് പറഞ്ഞ് അഭിമാനിച്ച് വഴി തടയുന്നവർക്ക് വേണ്ടി മുകളിൽ നിന്നൊരു ഇടപാടുണ്ടാകുമെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. വിടുതൽ ആവശ്യമുള്ളവർക്ക് വേണ്ടി മാറിക്കൊടുക്കുന്നതാ സുഹൃത്തെ നിനക്ക് നല്ലത്. കൂട്ടായ്മയുടെ പേരിൽ, ആത്മീയത്തിന്റെ പേരിൽ, ആത്മീയതയുടെ പേരിൽ ചില തകർന്ന ആത്മാക്കൾക്ക് യേശുവിങ്കിലേക്ക് വരാൻ കഴിയാതെ നീയാണ് തടസ്സമെന്ന് രാത്രി ദൈവാത്മാവിനെ ചൂണ്ടുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, ദേശത്തെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ ഇന്ന് രാത്രി ദൈവമക്കൾ ആത്മാവിൽ ജാഗരിച്ചുകൊണ്ടിരിക്കട്ടെ. ഈ പിശാച് പ്രവർത്തിക്കുന്ന പോരാടുന്നതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവൻ ഡയറക്റ്റ് നേരിട്ട് പിശാച് ഒന്നും ചെയ്യുന്നില്ല? ആ കാലമെല്ലാം കഴിഞ്ഞുപോയി. ഇപ്പൊ നമ്മളെപ്പോലെയുള്ള പുള്ളികളെയാണ് പിശാച് പാർട്ട് ടൈമായും ഫുൾ ടൈമായും ഏജൻസി എടുത്ത് ഇറക്കി വിട്ടിരിക്കുന്നത്. നമ്മളെപ്പോലെയുള്ള ആളുകളെയാണ്. ആരും അല്ലെനിയെ പറഞ്ഞില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇല്ല, വിടുവിക്കുന്നവങ്കിലേക്ക്, വിടുതലാവശ്യമുള്ളവരുടെ വരവിനെ തടയാൻ ആരെങ്കിലും തയ്യാറായാൽ ഉയരത്തിൽ നിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളത് സത്യമായ സംഗതിയാണ്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് സഭയുടെ നാഥൻ അരുളി ചെയ്തെങ്കിൽ ഒരന്ധകാര വ്യാപാരങ്ങൾക്കും ജനത്തിന്റെ വിടുതലിനെ തടയുവാൻ കഴിയുകയില്ല. ഒരു കൂട്ടായ്മക്കാർക്കും ആത്മാക്കളുടെ കടന്നുവരവിനെ ബന്ധിക്കാൻ കഴിയുകയില്ല. സ്വർഗ്ഗം അതിലിടപെടും. പ്രൈസ് ദി ലോർഡ്. പൊട്ടെ, എനിക്ക് ആ ചുമന്നുകൊണ്ട് വന്ന 4 പേരെയും ഒത്തിരി ഇഷ്ടമാണ്. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്തായാലും വീട് വരെ ചുമന്നല്ലോ. തിരക്ക് കഴിയുമ്പോൾ യേശു ഇറങ്ങി വരും. തിരക്ക് കഴിയുമ്പോൾ യേശു ഇറങ്ങി വരുമ്പോൾ ഇവനെ കാണും. എന്തായാലും കർത്താവ് ഇവനെ സൗഖ്യമാക്കും എന്ന് ചിന്തിച്ച് ഇവിടം വരെ ചുമ്മിയവർക്ക് ആ കട്ടിലവിടെ വെച്ചിട്ട് പോയാൽ മതി. പക്ഷേ ആ വീട്ടുകാരനെ പോലെ തന്നെ ആത്മഭാരമുള്ളവരായിരുന്നു ചുമന്നുകൊണ്ടുവന്ന 4 പേരും. അവർ ഇവന്റെ വിടുതല് കണ്ടിട്ടാ മടങ്ങിയത്. ഹല്ലേലൂയ.
എന്നതുകൊണ്ട് മുഖവരിയിൽ നമ്മുടെ സാധാരണ യോഗങ്ങളിലൊക്കെ പോകുന്ന ആ ലാഘവത്തോടെ 7-നോ 7:30-ക്കോ ഇവിടെ വന്നിട്ട് 8-നോ 8:30-ക്കോ തിരിച്ചു പോകുക എന്നുള്ളത് ഒരു കൃത്യം നിർവഹിക്കുന്ന കൃതാർത്ഥതയോടെ ആകരുത്. നമ്മുടെ യോഗങ്ങളിൽ നാം പിരിഞ്ഞു പോകേണ്ടത് ജനത്തെ തടഞ്ഞ് ജനത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച് വാഴുന്ന ദേശത്തിന്റെ ആത്മീയ ചിത്രം ആത്മാവിൽ മനസ്സിലാക്കുന്ന ദൈവമക്കൾ ദൈവവചനമെന്ന ആത്മാവിന്റെ വാളുമായി ദേശത്ത് ഇതുപോലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് ശുശ്രൂഷിക്കണം. അഭിഷേകം പ്രാപിച്ച ദൈവ പൈതൽ, ദൈവകൃപയുടെ വ്യാപാരമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ചില പോരുകൾക്ക് നേരെ ആത്മയുദ്ധം പ്രഖ്യാപിക്കട്ടെ. ഈ രാത്രി വിടുതലിന്റെ രാത്രിയാണ്. ഹല്ലേലൂയ. തനിയെ ചെല്ലാനോ കൊണ്ടു ചെല്ലാനോ ആളില്ലാത്തവർക്കു വേണ്ടിയും വിടുതൽ ആവശ്യമുണ്ട്. പക്ഷേ തനിയെ ചെല്ലാനുള്ള ആരോഗ്യമില്ല, ചുമന്നുകൊണ്ട് പോകാൻ ആളില്ല. എന്നാൽ വിടുതലിന് വേണ്ടി അങ്ങനെ കൊതിച്ചു കഴിയുന്ന ഏതെങ്കിലും ദേഹികൾ ഏതെങ്കിലും കോണിലുണ്ടെങ്കിൽ എന്റെ കർത്താവ് അവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ തെളിവ് 38 വർഷം കുളക്കരയിൽ കിടന്ന ആ മനുഷ്യന്റെ അടുക്കലേക്ക് യേശു ചെന്നത്. പ്രൈസ് ദി ലോർഡ്. 38 വർഷം പഴക്കം. ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്നൊരാശയം, യേശുവിനേക്കാൾ പ്രായം ഈ മനുഷ്യന്റെ രോഗത്തിനുണ്ട്. യേശുവിനേക്കാൾ പഴക്കം ഈ മനുഷ്യന്റെ രോഗത്തിനുണ്ട്. യേശുവിന്റെ പ്രായത്തെക്കാൾ പഴക്കമുള്ള ഈ രോഗവും യേശു ചെന്ന മാത്രയിൽ അത്ഭുതകരമായി വിടുവിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇനി വേദശാസ്ത്രപരമായി രോഗസൗഖ്യം വേദശാസ്ത്രപരമായി ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ ഒന്ന് തൊട്ടിട്ട് വേണം നമുക്ക് ഈ വിഷയത്തിലേക്ക് കിടക്കാൻ. വേദശാസ്ത്രപരമായി സുവിശേഷങ്ങളിൽ പരാമർശിക്കുന്ന ഈ രോഗസൗഖ്യം, രോഗശാന്തി അർത്താൽ എന്തിനെയാണ് വിരൽ ചൂണ്ടുന്നത്? അഥവാ എന്തിന്റെ നിഴലാണ്? സാക്ഷാൽ ഒരു പൊരുളിന്റെ നിഴലാണ് സുവിശേഷങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള സകല രോഗശാന്തി. അല്ലാതെ ഒരു മനുഷ്യന്റെ ശാരീരിക ബലഹീനതയ്ക്ക് പരിഹാരമുണ്ടാകുക എന്നുള്ളതായിരുന്നില്ല എന്റെ കർത്താവിന്റെ ഈ ലോകത്തിലെ വരവിന്റെ പരമലക്ഷ്യം. അതും മറക്കണ്ട. ഒരുപക്ഷെ എല്ലാവരും എന്റെ ഈ ആശയത്തോട് പൊരുത്തപ്പെടുമെന്ന് എനിക്കറിയില്ല. യെശയ്യാ 53 സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. ഏതാ ഈ സാക്ഷാൽ രോഗം? ആളുകൾ പറയുന്നു, പ്രാർത്ഥിക്കുന്നതും കേൾക്കുന്നുണ്ട്, ചില എഴുത്തുകളിലും കണ്ടിട്ടുണ്ട്. എതിരല്ലേ, തർക്കിക്കുകയല്ലേ സുവിശേഷ യോഗത്തിൽ? എനിക്ക് എന്റെ കർത്താവിനെ ഉയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. എങ്കിലും പാപത്തിനു വേണ്ടി മാത്രമല്ല, രോഗത്തിനും വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത് എന്ന് നാം പഠിപ്പിക്കുന്നതോ വിശ്വസിക്കുന്നതോ യെശയ്യാ 53 ആ വാക്യം വെച്ചാണ്. പക്ഷേ യെശയ്യാ പ്രവചനം 53 അധ്യായത്തിൽ കഷ്ടം സഹിക്കുന്ന മശിഹായെക്കുറിച്ച് പ്രവാചകൻ അവതരിപ്പിക്കുമ്പോൾ സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ സാക്ഷാൽ രോഗം അവന്റെ പാപമാണ്. പാപം വഹിക്കാനാ യേശു ഭൂമിയിലേക്ക് വന്നത്. പ്രൈസ് ദി ലോർഡ്. പാപപരിഹാരത്തിനും പാപമോചനത്തിനുമാ യേശു ഭൂമിയിലേക്ക് വന്നത്. ഞാനിനി അതിന് ഒരു വശം കൂടെ പറയാം. യേശുവിന്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച്
പാപമോചനം പ്രാപിച്ച ഒരു മനുഷ്യൻ കഠിന രോഗം പിടിപെട്ട് മരിച്ച് മൺമറഞ്ഞാലും അവനെ നിത്യതയിൽ കാണാം. ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച ഒരു സഹോദരനോ സഹോദരിയോ ഈ പുറംകൂടിന് എന്തെങ്കിലും തകരാറ് പറ്റിയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞതെങ്കിലും അവരെ നിത്യതയുടെ തുറമുഖത്ത് ഉയർപ്പിന്റെ പൊൻപുലരിയിൽ തേജസ്കരിക്കപ്പെട്ട ശരീരധാരികളായി അവരെ നമുക്ക് കാണാം. എന്നാൽ അത്ഭുതകരമായ ഒരു മാരക രോഗത്തിൽ നിന്ന് യേശുവിലൂടെ രോഗസൗഖ്യം പ്രാപിക്കുകയും യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് ചൊല്ലി ആയുസ് മുഴുവൻ ജീവിക്കുകയും പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കാതെ മരിക്കുകയും ചെയ്താൽ ഈ ബൈബിളിൽ ഞാൻ പഠിച്ചത് അവനെ നിത്യതയുടെ ഒരു കോണിലും കാണാൻ കഴിയില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ആശയത്ത് വേദശാസ്ത്രപരമായ ഈ ആശയത്തോട് ആത്മാവിൽ പൊരുത്തപ്പെടാൻ കഴിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, പൗലോസ് പറഞ്ഞില്ലേ നമ്മുടെ ഈ ശരീരം താഴ്ചയുള്ളതാണെന്ന്? പഴയ നിയമ ഭക്തനായ ഇയ്യോബ്, ദൈവത്തിനു വേണ്ടി ആയുസ് മുഴുവൻ മാറ്റിവെച്ച ഇയ്യോബ്, ശരീരം മുഴുവൻ പഴുത്തിരുന്ന് നിലത്ത് വീണുകൊണ്ടിരിക്കുമ്പോൾ ചാരത്തിലിരുന്ന് ഓട്ടുകഷണം കൊണ്ട് ശരീരം ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഭക്തൻ പുറംകൂട് പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് തന്നെ അവനെ കാണും. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിൽ ശരീരത്തിന്റെ ശോധനയല്ല ദൈവവൈതലെ ഈ ലോകത്തിലെ നിന്റെ ഏറ്റവും വലിയ ക്രൈസിസ്. അതിന്റെ നടുവിലും നീ രക്ഷിതാവിന്റെ വിടുതൽ കാണുന്നവരാ, രക്ഷിതാവിന്റെ കരം അനുഭവിക്കുന്നവരാ. ഈ പുറംകൂടിന്റെ മിനുക്കുപണിയല്ല സഭയുടെ ദൗത്യം. യെസ്, അത് മറക്കണ്ട. എനിക്കറിയില്ല, എനിക്ക് എന്റെ ഒരു ആശയം പറയാം. വേദശാസ്ത്രപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് പറ്റിയ ഒരു മറുപടി എനിക്ക് നൽകാനുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ എളിയ സഹോദരൻ എന്ന നിലയിൽ എനിക്ക് തന്നിട്ടേ പോകും. ഇന്ന് വേദികളിൽ, യോഗങ്ങളിൽ, കൂടിവരവുകളിൽ ഈ പുറംകൂടിന്റെ പണിയ ആളുകളുടെ ജോലി. ഹല്ലേലൂയ. ഞാനൊരു കാര്യം കൂടെ ഓർപ്പിക്കാം. ഇന്ന് വർഷങ്ങളായി നിന്നെ അലട്ടുന്ന തലവേദന ഇന്ന് സൗഖ്യമായി നിൽക്കട്ടെ. എന്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവം, ഞാനത് അവതരിപ്പിക്കാൻ പോവാ. ഞാനും ഈ ശരീരത്തിൽ എന്റെ രക്ഷിതാവിന്റെ രോഗശാന്തിയുടെ കൃപ അനുഭവിക്കുന്ന ആളാ. ഞാൻ എന്റെ കർത്താവിനെ അനുഭവിക്കുന്ന മനുഷ്യനാണ്. മറ്റൊരു നില നിങ്ങൾ ചിന്തിക്കരുത്. സ്തോത്രം. പക്ഷേ ഈ പുറംകൂടിന്റെ പണിയിൽ മാത്രം ആളുകൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് എത്രയും ഭംഗിയായി ഈ പുറംകൂടിനെ മിനുക്കുപണി ചെയ്യാനുള്ള ക്ലിനിക്കുകൾ നമ്മുടെ ഇടയിൽ മുക്കിന് കൂട്ടായ്മകളുടെ പേരിൽ തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് ആളുകൾ അങ്ങോട്ടേ പോവും. കാരണം മെഡിക്കൽ കോളേജിൽ പോയി എത്ര നേരം ക്യൂ നിൽക്കണം? OP ടിക്കറ്റ് എടുത്ത എത്രാമത്തെ 75-ാമത്തെ 80-ാമത്തെ നമ്പറായിരിക്കും നമ്മുടെ. അത്രയും നേരം നമ്മളവിടെ കുത്തിയിരുന്ന് എത്ര രൂപ ചെലവ്, എത്ര കഷ്ടപ്പാട്. ഇതാവുമ്പം പോയാലും വന്നാലും ഒരു കൊച്ചു വിശ്വാസം മതി, സംഗതി സുഖമായി. അപ്പോൾ അതുമുതല് ആരാധനയായി, പാട്ടായി, ആട്ടമായി, ചാട്ടമായി സ്വർഗം ഇറങ്ങി വരിക എന്നാ സത്യം. അയ്യോ, ഞാൻ അതിനു വേണ്ടിയല്ല, സ്വർഗം ഇറങ്ങി വരട്ടെ. തന്റെ ജനത്തിന്റെ ആരാധനയുടെ നടുവിൽ
സ്വർഗത്തിന്റെ പ്രതീതി ഉണ്ടാവട്ടെ. പക്ഷേ സഭയെ കർത്താവ് ഏൽപ്പിച്ചിരിക്കേണ്ട ദൗത്യം ഈ പുറങ്കൂടിന്റെ പണി ഉടമ്പടിക്കെടുത്ത് ചെയ്യാനല്ല. തിരുസഭയെ ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്നത് പാതാള ഗോപുരങ്ങൾ, നരകത്തിന് ബലിയാടുകളാക്കി വെച്ചിരിക്കുന്ന ആത്മാക്കളെ ദുഷ്ടൻ കെട്ടിയിട്ടിരിക്കുന്ന പാപച്ചങ്ങല അഴിച്ചു മാറ്റാൻ കഴിവുള്ള യേശുവിനെ ഉയർത്തുകയും ജനത്തെ പാപമോചനത്തിലേക്ക് നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പൊതുജനത്തിന്റെ സമ്മതപത്രമല്ല ദൈവ പൈതലേ, നിന്റെ ദർശനത്തിന്റെ ആധാരം ഈ പുസ്തകമാ. കർത്താവിനെ അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എനിക്കറിയാം അവൻ വചനമയച്ചു വരെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രയാസപ്പെട്ട് ഈ യോഗത്തിൽ ആരെങ്കിലും വന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വചനം സൗഖ്യമായി വ്യാപരിക്കും. അവർക്ക് ഈ വചനം ഇന്ന് രാത്രി വിടുതലായി വ്യാപരിക്കും. പക്ഷേ സാക്ഷാൽ രോഗം എന്ന തിരുവചന വീക്ഷണം മനുഷ്യന്റെ പാപത്തെക്കുറിച്ചാണ്. 4 സുവിശേഷങ്ങളിലെ സകല രോഗശാന്തിയുടെയും പൊരുൾ യേശുവിന്റെ പാപശാന്തിയാണ് എന്ന് പറഞ്ഞാൽ 38 വർഷം കൊണ്ട് സൗഖ്യമാകാതിരുന്ന രോഗം യേശുവിന്റെ വരവോടെ സൗഖ്യമായി എന്ന് സുവിശേഷകൻ സമർത്ഥിക്കുമ്പോൾ അതിന്റെ പൊരുൾ എന്താണെന്നറിയാമോ? ദൈവാത്മാവ് ലക്ഷ്യമിടുന്നത് യേശു സ്വർഗം വിട്ടി ഭൂമിയിലേക്ക് വന്നതുകൊണ്ട് മനുഷ്യൻ എന്ത് കിട്ടി എന്ന് തെളിയിക്കുക. സ്തോത്രം. കാരണം ഇപ്പം 12 വർഷം രോഗിയായിരുന്ന സ്ത്രീ മുതലെല്ലാം ചിലവഴിച്ചിട്ടും സൗഖ്യമാകാതിരുന്നപ്പോൾ യേശുവിലൂടെ സൗഖ്യമായി എന്ന സംഭവം ബൈബിളിൽ എടുത്തുദ്ധരിച്ചിരിക്കുന്നതിന്റെ കാരണം മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ഭൂമിയിൽ അവതരിച്ച കർത്താവിന്റെ ഈഹലോക വരവിനെ കുറിക്കുന്നതാണ്. അവന്റെ ലക്ഷ്യത്തെ തെളിയിക്കുന്നതാണ് ആ സംഭവം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ പലസ്തീനിലോ യെരുശലേമിലോ എവിടെയെങ്കിലും ഒരാളിന് ഉണ്ടായ രോഗശാന്തിയെക്കുറിച്ച് നമ്മെ അറിയിക്കുക എന്നുള്ളതായിരുന്നില്ല ഈ അവതരണത്തിന്റെ പിൻപിലെ അടിസ്ഥാന ലക്ഷ്യം. ഉലകത്തിലെ ഒരു മനുഷ്യനും പരിഹരിക്കാൻ പറ്റാത്ത മനുഷ്യന്റെ സാക്ഷാൽ രോഗമായ പാപത്തിന് പരിഹാര മാർഗം ഒന്നേ ഉള്ളൂ. അത് നിങ്ങളിൽ ആർക്കെന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താമെന്ന് പരസ്യമായി ചോദിച്ച നസറയനായ യേശുവിലൂടെ മാത്രമേ മനുഷ്യന് പാപശാന്തിയുള്ളൂ, മനുഷ്യന് പാപമോചനം ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അപ്പൊ വേദശാസ്ത്രപരമായി രോഗശാന്തി ശുശ്രൂഷയുടെ പൊരുൾ യേശുവിന്റെ പാപശാന്തിയാണ്. യേശുവിലൂടെ ആത്മാക്കൾക്ക് ലഭിക്കുന്ന പാപമോചനത്തെയാണ് സകല വിടുതലുകളും വിരൽ ചൂണ്ടുന്നത് എന്ന് പറഞ്ഞും കൊണ്ട് നമ്മൾ വായിച്ച ഭാഗത്തേക്ക് പെട്ടെന്ന് കിടക്കാം. നമുക്കൊക്കെ വളരെ പരിചയമുള്ളൂ. എനിക്കറിയാം ഈ 12 സംവത്സരം രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീയെ കുറിച്ച് വായിച്ചപ്പം തന്നെ ചിലരുടെ മനസ്സിലായി ഇതാണോ ഇത്, എത്രയോ പ്രാവശ്യം എത്രയോ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ നമ്മളിത് തിരിച്ചും മറിച്ചു വിട്ട് കാഴ്ചതാ അല്ലേ. പക്ഷെ എനിക്ക് അതിലെ ആ 4 പദങ്ങൾ ഈ ദേശത്തോടുള്ള ദൂതാണ്. ഈ ദേശത്തോടുള്ള ദൂത് പെട്ടെന്ന് വിശദീകരിക്കാം. 12 വർഷമായിട്ട് ഈ സ്ത്രീക്ക് ഈ രോഗമാണ്. 12 വർഷം ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുക, ഇതാണ് രോഗം. ഈ രോഗം മാരകമാണ്. ഇതൊരു സാധാരണ രോഗമല്ല. മാരകമാണെന്നുള്ളതിന് ലേവ്യ പുസ്തകം നമുക്ക് തെളിവ് നൽകുന്നുണ്ട്. വായിക്കണ്ട. ലേവ്യ പുസ്തകം 17-11-14 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ
അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ അടങ്ങിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു മെഡിക്കൽ ലാംഗ്വേജാണ്. ജീവൻ രക്തത്തിലടങ്ങിയിരിക്കും. ലേവ്യ പുസ്തകത്തിൽ മോശ എഴുതിയേക്കുന്ന ഭാഗമാണ്: സകല ജഡത്തിന്റെയും ജീവൻ, അതിന്റെ ജീവാധാരമായ രക്തം തന്നെ. ഈ 2 ദിവസം മുമ്പുള്ള മനോരമ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ വന്ന വാർത്ത നിങ്ങളിൽ ചിലരെങ്കിലും മനസ്സിരുത്തി വായിച്ചു കാണും. ഞാൻ വായിച്ചു. ആലുവയ്ക്കടുത്ത ഒരു ഡോക്ടർ ആക്സിഡന്റിൽപ്പെട്ടു. പോലീസുകാർ നോക്കി നിന്നു. അതിനകത്ത് എഴുതിയിരിക്കുന്ന വാചകം നോക്കി നിന്നു. സമയത്ത് ഡോക്ടറെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല. രക്തം വാർന്നു പോയതത്രേ മരണകാരണം. സംഭവിച്ച ആക്സിഡന്റ് അനുസരിച്ച് പെട്ടെന്ന് പ്രഥമ ശുശ്രൂഷയ്ക്കായി ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. പക്ഷെ മരണകാരണം പറയുന്നത് രക്തം വാർന്നു പോയതത്രേ മരണകാരണം. അപ്പോൾ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടുന്നു എന്നാണ് മെഡിക്കൽ ഭാഷയിൽ അതിന്റെ അർത്ഥം. അതുകൊണ്ടല്ലേ വൈദ്യശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ടും രക്തത്തിനു പകരം ഒരു മെഡിസിൻ ഇല്ല. രക്തത്തിനു പകരം രക്തം തന്നെ വേണം. ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ ചെന്ന് നോക്കിക്കോളൂ. ഒരു മേജർ ഓപ്പറേഷന് വിധേയപ്പെടുന്ന രോഗിയുടെ ആശ്രിതരോട് ഡോക്ടർ പറഞ്ഞേക്കും നേരത്തെ, നാളെ 8 മണിക്ക് ഓപ്പറേഷനാണ്, AB പോസിറ്റീവ് ബ്ലഡ് ഒരു 3 കുപ്പി കരുതി വെക്കണം. ഞാൻ ചോദിക്കട്ടെ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഈ ശസ്ത്രക്രിയ നടക്കുമ്പോൾ നഷ്ടപ്പെടുന്ന രക്തത്തിന് വൈദ്യശാസ്ത്രം പകരം രക്തം ആവശ്യപ്പെടുക, അതേ ഗ്രൂപ്പിലുള്ള രക്തം ചോദിക്കുക. അപ്പൊ ബ്ലഡ് ബാങ്കിൽ നിന്നാണെങ്കിൽ ബ്ലഡ് ബാങ്കിൽ നിന്ന്, അല്ലാതെ ആശ്രിതരുടെയോ ഉറ്റവരുടെയോ സുഹൃത്തുക്കളുടെയോ ശരീരത്തിൽ നിന്നാണെങ്കിൽ അങ്ങനെ രക്തം കരുതുന്നു. എന്താ കാരണം? കാലം ഇത്രയും പുരോഗമിച്ചിട്ടും മനുഷ്യന്റെ ആയുസ്സിന്റെ ദിവസങ്ങൾ ഒരുപക്ഷെ ICUവിൽ കയറ്റി ഓക്സിജൻ നൽകിയോ വെന്റിലേറ്ററിലിട്ടോ മണിക്കൂറുകൾ നീട്ടിക്കൊണ്ടുപോകാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയുമെങ്കിലും മരണത്തെ തടയാൻ വൈദ്യശാസ്ത്രത്തിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ കൊണ്ടോ മനുഷ്യന്റെ ആധുനിക കണ്ടുപിടുത്തങ്ങൾ കൊണ്ടോ ആത്യന്തികമായ നിലനിൽപ്പ് മനുകുലത്തിനുണ്ടാകയില്ല എന്ന് തിരുവചന വെളിച്ചത്തിൽ ഞങ്ങളും സമർത്ഥിച്ച് സംസാരിക്കുന്നത്. ആത്യന്തികമായി ഒരു മനുഷ്യനെ ആരോഗ്യത്തോടെ ഭൂമിയിൽ നിലനിർത്തുവാൻ ലോകത്തിലെ ഒരു ശാസ്ത്രത്തിനും സാധ്യമല്ല. അപ്പോൾ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുന്നു. ആർക്കാ സ്വന്തം ശരീരത്തോട് സ്നേഹമില്ലാത്തത്? പ്രത്യാശയുള്ള ദൈവമക്കളൊക്കെ സത്യത്തിൽ ചിലരുടെ സാക്ഷ്യവും പ്രസ്താവനകളും ശ്രദ്ധിച്ചാൽ, എനിക്കെന്റെ ശരീരമൊന്നും വലുതല്ല, എനിക്കെന്റെ വീടും വലുതല്ല, എനിക്കൊന്നും വലുതല്ല, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു. അതിന് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന കുറച്ച് പാട്ടുകൾ നമുക്ക് ഇവിടേക്കുണ്ട്. എനിക്ക് അങ്ങനെയുള്ള പാട്ടുകൾ ഇഷ്ടമാ. പക്ഷേ നമ്മുടെ വർത്തമാനകാല ജീവിതത്തിന്റെ ഗൗരവത്തെ മറന്നുകളയുന്ന ഒരുതരം സംവിധാനമായിരുന്നു. കാന്തം വരാറായി ഞാനും പോകാറായി എന്ന് പറഞ്ഞാൽ ആ പാട്ട് കേൾക്കുമ്പോഴേ അറിയാം വരാറായി പോകാറായി, ഇതിനിടയ്ക്ക് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ വരുന്ന താമസമേ ഉള്ളൂ. ഞാൻ പോകാറായി. ചിലരുടെ ഇരിപ്പ് കണ്ടാലും പോകാറായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
ശരിക്കും ഞാൻ പറഞ്ഞാല് എന്താ പറയണ്ടേ, നമുക്ക് ഈ വർത്തമാനകാല ജീവിതത്തിലെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ വിജയകരമായി മുൻപോട്ട് പോകാൻ വക നൽകുന്ന ഒരു ദൂത് നമ്മുടെ ഇന്നത്തെ സംഗീതത്തിലില്ല. അതും സൈക്കോളജിക്കൽ ഫാക്റ്റാണ്. കാരണം നീ ശരിയാകണമെന്ന് പറയുന്ന ദൂതുള്ള ഒരു സംഗീതം ഒരു ഭക്തന്റെ ആദരത്തിൽ നിന്ന് വരുമ്പോൾ ആടാൻ തോന്നുകയല്ല. നമുക്ക് വരാറായി പോകാറായി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യം ആരോടും മിണ്ടിയില്ലേലും കുഴപ്പമില്ല, പിണങ്ങി നടന്നാലും കുഴപ്പമില്ല, കൈ കൊടുത്താലും കുഴപ്പമില്ല, കൈ കൊടുത്തില്ലേലും കുഴപ്പമില്ല, കൈ കൊടുത്തില്ലേലും കുഴപ്പമില്ല, കാണുമ്പോൾ ചിരിച്ചില്ലേലും കുഴപ്പമില്ല, വരാറായി പോകാറായി. ഏതാണ്ട് ഒരു പ്രത്യേക തരംഗമായി ഇന്ന് കാണുന്നത്. എനിക്ക് സങ്കടമുള്ള കാര്യത്തിൽ എനിക്കിഷ്ടമാണ്. ഞാനും ആ പാട്ട് പാടുന്ന കൂട്ടത്തിലാണ് കേട്ടോ. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് AJ റോയ്, തിരുവനന്തപുരം ഹെവൻലി വോയ്സ്. അദ്ദേഹം ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ യോഗങ്ങളിലും ഒരുപാട് കഴിഞ്ഞ ഇടയ്ക്കും തിരുവനന്തപുരത്ത് ഞാൻ പോയപ്പോൾ അദ്ദേഹത്തോ ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹത്തിന്റെ കുഞ്ഞ് സുഖമില്ലാതെ ട്രിവാൻഡ്രം RCC കിടന്ന സമയത്ത് വിളിച്ചു പറയുകയും ഞാൻ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോയി ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരം ഉണ്ടായി. ഞങ്ങളെ സഹകരിക്കുന്നയാളാ. അദ്ദേഹവും പറഞ്ഞ ഒരു വാചകം ഞാൻ ഈ കാര്യം ചർച്ച ചെയ്തു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ സംഗതി സത്യം. കാരണം അദ്ദേഹം പറഞ്ഞത് ആളുകളൊന്ന് ആഞ്ഞു കൈയടിക്കണമെങ്കിൽ എന്റെ പാസ്റ്റർ ഇതുപോലെ തരംഗമുള്ള 2 എണ്ണം ഇറക്കിയാലേ പറ്റുള്ളൂ. മറ്റേ പഴയ കാലത്ത് വിശുദ്ധിയെ തികച്ച് അതിനൊക്കെ ഒരു താളം കുറവുണ്ട്. ഇതിപ്പോ ഇന്ന് ആരും നോക്കുന്ന ആ പാട്ട് ആർക്ക് വേണം? ഈ എത്ര കാലമായി ആ പാട്ട് പാടിയിട്ട് എല്ലാവരുടെ മുഖം കണ്ടാ അറിയാം. അതൊന്നും അല്ല ഇപ്പം വിഷയം. വരാറായി പോകാറായി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ പാടുമ്പോ ഉള്ള ആവേശവും തിളക്കവും മാത്രമാവരുത്. സ്വന്തം ശരീരത്തെ നമുക്കൊക്കെ സ്നേഹമാണ്. സ്വന്തം ശരീരത്തോട് ശരീരത്തിന് എന്തെങ്കിലും ഒരു പ്രയാസം പറ്റിയാൽ പരമാവധി ആയുസ് നീട്ടിക്കിട്ടാനുള്ള സർവ സംവിധാനവും തരപ്പെടുത്തുന്നവരാ നമ്മള്. എന്നാ പിന്നെ പഴുക്കുന്നിടം പഴുത്തങ്ങ് പൊക്കോട്ടെന്ന് ഇയ്യോബിനെ പോലെ പ്രത്യാശയിൽ ജീവിക്കുന്ന എനിക്ക് ഒരാളെ ഒന്ന് കാണിച്ചു തന്നെ കണ്ടോ? ആളുകൾ ചിരിക്കുന്നുണ്ടോ? എന്നാ പഴുക്കുന്നിടം അങ്ങ് പഴുത്ത് നോക്കട്ടെ, എനിക്ക് TT എടുക്കണ്ട, എനിക്ക് ആന്റിബയോട്ടിക്കും വേണ്ട, പഴുക്കുന്നിടം അങ്ങ് പഴുത്ത് നോക്കോട്ടെ, അവൻ ഒടുവിൽ പൊടിമേ നിൽക്കും, ഞാൻ കാണും. കാണാമോ? സ്തോത്രം. കാലം ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. വർത്തമാനകാല ജീവിതത്തിലെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന്റെ വിശുദ്ധി മറക്കരുത്. എനിക്ക് തോന്നുന്നു ജനത്തെ സത്യത്തിൽ ക്രിയാത്മക ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് അവരുടെ റൂട്ട് തെറ്റിച്ച് പ്രായോഗിക ജീവിതത്തിൽ പരാജയപ്പെട്ട് കിടന്നാലും ഒരു പ്രത്യേക ആത്മീക തരംഗം കൃത്രിമമായി സൃഷ്ടിച്ച് താൽക്കാലിക ആത്മനിർവൃതി അടഞ്ഞ് ജനം മുമ്പോട്ട് പോകുന്നത് ഒരു വലിയ ഭയാനകതയോടെ വീക്ഷിക്കുന്ന ഒരു ചെറിയ സഹോദരനെ ഞാൻ. ആഴമായ ഒരു ശുദ്ധീകരണം ഉണ്ടായിട്ട് യെശയ്യാവ് പറഞ്ഞതുപോലെ, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ് വിലപിച്ച യെശയ്യാവിന്റെ അടുക്കലേക്ക് കത്തുന്ന യാഗപീഠത്തിലെ കനലുകളിൽ ഒന്നെടുത്തുകൊണ്ടുവന്ന് ദൂതൻ നാവിന്മേൽ തൊടുവിച്ചപ്പോൾ ആ ക്ഷണത്തിൽ താൻ വിടുവിക്കപ്പെട്ടെന്നും ഒരു പുത്തൻ ശുശ്രൂഷയ്ക്കായി ഉണർവോടെ രംഗത്തിറങ്ങിയെന്ന 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ആരെ അയക്കേണ്ടു, ആര് പോകുമെന്നുള്ള ചോദ്യത്തിന്റെ മുൻപിൽ അടിയനിത എന്ന് പറഞ്ഞ് തന്നെ പുതുക്കി പ്രതിഷ്ഠിക്കുവാൻ ആ മടങ്ങിവരവ് കാരണമായി. ഞാൻ ഈ ദിവസങ്ങളിൽ എന്നെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെയാ കേട്ടോ. ഒരു പുതുക്കി പ്രതിഷ്ഠ, ഒരു മടങ്ങിവരവ്. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രാദേശിക സഭകൾ തിരുവചനം വിഭാവന ചെയ്യുന്ന ആത്മഭാരത്തിലേക്കും ദർശനത്തിലേക്കും പിതാക്കന്മാർ അതിരിട്ട് കാത്ത വിശുദ്ധിയിലേക്കും വേർപാടിലേക്കും ദൈവജനം മടങ്ങി വന്ന് കരയാൻ തയ്യാറായാൽ നമ്മുടെ ഇടയിൽ ദൈവത്തിനൊരു ഉണർവയക്കാൻ പദ്ധതിയുണ്ട്. അത് മറന്നു കളയരുത്. ഒന്നിനോടൊന്ന് ചേരാതെ കിടന്ന അസ്ഥികളുടെ മേൽ ആത്മാവിന്റെ കാറ്റോട്ടമുണ്ടായപ്പോൾ ഒന്നിനോടൊന്ന് ചേർന്നു എന്നും ഒരു സൈന്യമായി എഴുന്നേറ്റ് നിന്നു എന്നും വചനത്തിലുണ്ടെങ്കിൽ തമ്മിൽ ചേരാതെ കിടക്കുന്ന ഇന്നത്തെ അനുഭവങ്ങൾക്ക് അറുതി വരുത്തിയിട്ട് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന
ആത്മവ്യാപാരമുള്ള ഒരു സൈന്യത്തെ ദേശത്തെഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇതിരിപ്പുണ്ട്? അങ്ങനെ ഒരു ഉണർവിന് വേണ്ടി ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഉണ്ട്? ദൈവജനം ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. അപ്പോൾ സ്വന്തം ശരീരത്തിന്റെ വിടുതലിനു വേണ്ടി ആ സ്ത്രീ മുതലെല്ലാം, ആ പദത്തിന് ആ അർത്ഥം തന്നെ ദൈവമക്കൾ കൊടുക്കണം. എന്റെ കേൾവിക്കാരോട്, മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ അല്പം പോലും ഭൗതികത തന്നിൽ ഇനി അവശേഷിക്കുന്നില്ല. എല്ലാം കൊടുത്തു, എല്ലാം വിട്ടു എന്ന് പറയുന്നതിന് നമ്മളോടുള്ള ബന്ധത്തിൽ അർത്ഥത്തിന് വ്യത്യാസമുണ്ടെങ്കിലും പുസ്തകത്തിലെ അർത്ഥത്തിന് വ്യത്യാസമില്ല. എല്ലാം കൊടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാം കൊടുത്തു എന്ന് തന്നെയാണ്. പത്രോസ് ഒരിക്കൽ യേശുവിനോട് പറഞ്ഞു എല്ലാം വിട്ടെന്ന്. അതേ പത്രോസിനോടാ യേശു പറഞ്ഞു നീ വേഗം പോയി ചൂണ്ടയിടാൻ. ചൂണ്ട എടുത്തോണ്ട് വരാനല്ല പറഞ്ഞ്, ചൂണ്ട ഇടാനവൻ. അപ്പം കർത്താവിനറിയാം പത്രോസിന്റെ എളിയിൽ ഇതിരിപ്പുണ്ടെന്ന്. ചൂണ്ട എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കൊളുത്തല്ലേ, അതൊരു ചെറിയ പേപ്പറിനകത്ത് പൊതിഞ്ഞ് എളി വെച്ചാലും ഏത് പാട്ട് പാടി നൃത്തം ചെയ്താലും അതവിടെ ഇരുന്നോളൂ. അപ്പൊ ഈ എല്ലാം വിട്ടു എന്ന് പത്രോസ് പറഞ്ഞത് എന്തുവാ? എടുത്താ പൊങ്ങാത്ത ആ പടകും ആ വലേ, അത് രണ്ടും പോന്നിടത്ത് കൊണ്ടുപോകാനൊക്കെ. അപ്പോൾ നാട്ടുകാര് കാണുമ്പോ വിട്ടില്ല എന്ന് തോന്നത്തക്ക നിലയിൽ വലിപ്പമുള്ളതൊക്കെ വിട്ടു. പിന്നെ ഇത് ചെറിയ കുളത്തല്ലേ. കർത്താവ് കടലിലൂടെ പോയ മീന്റെ വായിലിരുന്ന 4 ദിരഹ്മ എന്റെ യേശു കണ്ടെങ്കിൽ പിന്നെ എലിയിരുന്ന ചൂണ്ട കാണുകയല്ലേ. ആരും ഗ്ലോറി പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാന് ഈ ഭാഗം ശരിക്കും ആ സ്ത്രീ എല്ലാം വിട്ടു എന്നൊക്കെ പറഞ്ഞേച്ച് ചില ബാലൻസ് വെച്ചേക്കരുത്. വിട്ടെങ്കിൽ വിട്ടത് തന്നെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വേർപാടിന്റെ അടിത്തറയാ ഈ പ്രസ്ഥാനത്തെ ഈ നാട്ടിൽ ദൈവം ഇത്രയും മാനിച്ചത് മറക്കരുത്. ഹല്ലേലൂയ. എന്നാ ഈ ഉപരിപ്ലവവും നൂതന ആശയങ്ങളും പുത്തൻ തട്ടുപൊളിപ്പൻ സംവിധാനങ്ങളൊക്കെ എന്നാ ഉണ്ടായത്? എന്തുകൊണ്ടിത് 925 ഇവിടെ കണ്ടില്ല? എന്തുകൊണ്ടിത് 950 ഇവിടെ കണ്ടില്ല? എന്തുകൊണ്ടിത് 975 ഇവിടെ കണ്ടില്ല? പട്ടിണി കിടന്നും കല്ലേറുകൊണ്ടും വേർപാടിന്റെ സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് പിതാക്കന്മാർ വളർത്തിയെടുത്ത ഈ ആത്മീയ പ്രസ്ഥാനത്തിന്റെ കനം കുറച്ച് കളയുന്ന ഇന്നത്തെ നൂതന സംവിധാനങ്ങൾ താൽക്കാലിക വിജയമെന്ന് തോന്നിയാലും ദൈവം പൊളിക്കുന്ന കാലം വരുന്നു എന്ന് ഇന്ന് രാത്രി ഞാൻ വചനത്തിലൂടെ ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. കാരണം എന്റെ ദൈവം വ്യവസ്ഥകളുടെ ദൈവമാണ്. എന്റെ ദൈവം വ്യവസ്ഥകളുടെ ദൈവമാണ്. ഹല്ലേലൂയ. വ്യവസ്ഥകൾ പ്രായം നോക്കിയോ പരിചയം നോക്കിയോ പ്രസിദ്ധി നോക്കിയോ കനം കുറയ്ക്കുന്ന ദൈവമായിരുന്നു എന്റെ ദൈവമെങ്കിൽ അത് 975 അത് പറയാ. അത് 75 ഇത് 2004 തമ്മിലുള്ള വ്യത്യാസം അറിയണമെന്ന് പറഞ്ഞ താർക്കികന്മാരും ഇന്നത്തെ പുതിയ വേദപണ്ഡിതന്മാരും പുത്തൻ ആശയങ്ങൾക്ക് രൂപം നൽകുന്നത്. അബ്രഹാമിനോട് ദൈവം തമ്പുരാൻ പറഞ്ഞ ആ ആശയം ഈ പുസ്തകത്തിൽ നിന്ന് കണ്ണു പറിക്കുമ്പോഴാണല്ലോ പിശാച് മണ്ടേ കയറുന്നത്. സത്യത്തിൽ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന മലയിൽ മോരിയ ദേശത്ത് ചെന്ന് നിന്റെ ഏകജാതനായ മകൻ ഈസഹാക്കിനെ തന്നെ നീ എനിക്ക് യാഗം കഴിക്കണം. ഒരു കാര്യം ഓർക്കണം, പണിയപ്പെട്ട ഒരു യാഗപീഠം അബ്രഹാമിന്റെ കൂടാരത്തോട് ചേർന്ന് ഓൾറെഡി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 100-ൽ പരം വയസ്സുള്ള ഈ പടുകിളവനെ കൊണ്ട് ഈ വയസ്സാങ്കാലത്ത് ഈ മല ചവിട്ടിക്കണോ ദൈവത്തിന്? സൗകര്യപ്രദമായി വീട്ടിലൊരു യാഗപീഠമുള്ളപ്പോൾ നീ നിന്റെ സ്നേഹിക്കുന്ന ഏകജാതനായ മകൻ ഇസഹാക്കിനെ ഈ യാഗപീഠത്തിൽ എനിക്ക് ഹോമയാഗം കഴിക്കണമെന്ന് പറഞ്ഞാ പോരെ? അബ്രഹാമേ, അത് നിന്റെ സൗകര്യം, പക്ഷേ ഇതെന്റെ വ്യവസ്ഥ. പ്രൈസ് ദി ലോർഡ്. കാലം എത്ര വളർന്നാലും
ആധുനികതയുടെ വേലിയേറ്റം സഭകളെ ഗ്രസിച്ചാലും എന്റെ ദൈവം വ്യവസ്ഥകളുടെ ദൈവമത്രേ. നമ്മുടെ സൗകര്യം പോലെ സംഘടിപ്പിച്ച് പ്രഘോഷണം നടത്തേണ്ട ഒന്നല്ല സുവിശേഷവും സുവിശേഷയോഗ്യവും. അത് ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം മാത്രമേ ചെയ്യാവൂ. അല്ലെ, അടി കിട്ടും. സത്യമാണ്. ഞാൻ ഈ ദൈവത്തെ ഭയപ്പെടുന്നു. ഹല്ലേലൂയ. മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു. ആരെക്കൊണ്ടും സൗഖ്യം വരുത്താൻ കഴിഞ്ഞില്ല. അപ്പൊ 12 വർഷത്തെ പണച്ചിലവുള്ള പരിശ്രമം വിഫലമായി. 12 വർഷം. സത്യത്തിൽ ഈ സംഭവം നടക്കുന്നത് തന്നെ ഒരു 12കാരിയുടെ വിടുതലിനായി യേശു യായിറോസിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് 12 വർഷം കൊണ്ട് രോഗിയായിരിക്കുന്ന ഒരു സ്ത്രീ പുരുഷാരത്തിനിടയിലൂടെ യേശുവിനെ സമീപിക്കുന്നത്. എനിക്ക് ആ ഭാഗങ്ങളെല്ലാം തൊട്ടുപോകുവാനുള്ള സാവകാശമില്ല. ഞാൻ ആ ഭാഗം വിടുന്നു. അപ്പോൾ മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്താൻ കഴിയില്ല. നിരാശ. കേട്ടവരെ എല്ലാം പരീക്ഷിച്ചു, പണവും ചെലവഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത പദം, ഒരു സ്ത്രീ മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്ത് ചിലവഴിച്ചിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാഞ്ഞവളുമായ ഒരു സ്ത്രീ. അടുത്ത പദം, യേശുവിന്റെ വർത്തമാനം കേട്ടു. 12 വർഷം വിദഗ്ധന്മാരായ വൈദ്യന്മാരെ കുറിച്ച് അവൾ കേട്ടു. ആ കേൾവിയുടെ അടിസ്ഥാനത്തിൽ വിടുതലിനായി അവൾ പരിശ്രമിച്ചു, പ്രവർത്തിച്ചു, പണം ചെലവഴിച്ചു. പക്ഷേ 12 വർഷം കഴിഞ്ഞപ്പോൾ, മുതലെല്ലാം ചിലവായപ്പോൾ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചികിത്സ ഇനിയും നീണ്ടുപോയേനെ. എങ്ങനെയായിരുന്നെങ്കിൽ, കുറെ കൂടെ മുതൽ അവൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ ചികിത്സാകാലം നീണ്ടുപോയേനെ. എന്നാൽ മുതലെല്ലാം ചിലവഴിച്ചിട്ടും ആരെക്കൊണ്ടും സൗഖ്യം വരുത്താൻ കഴിയാതിരുന്ന സ്ത്രീ യേശുവിനെ കുറിച്ച് കേൾക്കുന്നു. പെട്ടെന്ന് പറഞ്ഞു പോകാം. യേശുവിനെ കുറിച്ച് കേട്ടു എന്ന് പറഞ്ഞ ശേഷം അടുത്ത ഭാഗം എന്താ എഴുതിയിരിക്കുന്നത്? അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. സ്വത്രം ശ്രദ്ധിക്കണം. യേശുവിനെ കുറിച്ച് കേട്ട ശേഷം സ്ത്രീയുടെ പ്രതികരണം എന്താ? അവളൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് നടത്തുന്നത്. എന്താ അവളുടെ വിശ്വാസം? ഞാൻ രക്ഷപ്പെടും. Praise the Lord. അങ്ങനെയാണ് എന്റെ ചോദ്യം. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ രക്ഷപ്പെടും എന്ന ഈ വിശ്വാസം സെക്കൻഡുകൾക്കുള്ളിലല്ലേ ഇവിടെ അകത്ത് രൂപം കൊണ്ടത്? പൗലോസ്ലീഹയുടെ വേദഭാഗം ഈ ആശയത്തെ അരക്കിട്ടുറപ്പിക്കുന്നു. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ഞാൻ ഈ വാചകങ്ങൾ ഇവിടെ പറയുമ്പോൾ തന്നെ യേശു കർത്താവിനെ കുറിച്ചുള്ള ഈ കേൾവി ചിലരുടെ ക്ഷീണിച്ച ഹൃദയങ്ങളിൽ ആഴമുള്ള വിശ്വാസത്തെ ജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, ചില തികഞ്ഞ വിശ്വാസികളെ, ചില നിറഞ്ഞ വിശ്വാസികളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഈ പന്തലിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. കേൾവി വിശ്വാസത്താൽ വരുന്നു എന്ന് വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ഈ വചന കേൾവി ചിലരുടെ ഹൃദയത്തിൽ ആഴമായ വിശ്വാസം ജനിപ്പിക്കുകയാണ് ഇപ്പോൾ. യെസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നസറയനെ കുറിച്ചുള്ള പുത്തൻ വെളിപ്പാട്
അകത്ത് കയറാതിരിക്കേണ്ടതിന് പുകമറ സൃഷ്ടിച്ച് ജനത്തിന്റെ ചുറ്റും നിന്ന് വ്യാപരിക്കുന്ന ദേശാധിപതിയുടെ പോരുകൾ ഈ രാത്രി ശാസിക്കപ്പെടട്ടെ. വലിയ മക്കൾ എത്ര പേർ ഈ ശുശ്രൂഷയിൽ എന്നോടൊപ്പമുണ്ട്? സ്ഥാപനങ്ങളും ജീവിതത്തെ തകർത്ത് കളഞ്ഞിട്ട് ആശയറ്റ ചിലര് ഇന്ന് രാത്രി യേശുവിനെ കുറിച്ച് കേൾക്കുന്നു. അവരുടെ ഹൃദയത്തിൽ ഒരസാധാരണ വിശ്വാസം ഈ പകൽ ദൈവത്തിന്റെ ആത്മാവ് സമ്മാനിക്കുന്നു. ഞാനത് ആത്മാവിൽ കണ്ടുകൊണ്ട് വിളിച്ചു പറയുകയാണ്. ഈ രാത്രി ചിലരുടെ ഹൃദയത്തിൽ വിശ്വാസം ജനിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് കേട്ടു. ആ കേൾവിയാൽ അവളുടെ അകത്ത് വിശ്വാസം. ആ വിശ്വാസം അവൾ എന്ത് ചെയ്യുന്ന പറയുക, ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിരാശയോടെ വന്ന സഹോദരി, നിന്റെ ചാൻസ് നഷ്ടപ്പെട്ടിട്ടില്ല. സഹോദര, നിന്റെ അവസരം നഷ്ടപ്പെട്ടിട്ടില്ല. നീ രക്ഷപ്പെടും, രക്ഷപ്പെടും. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വിരൽ ചൂണ്ടി പറയാം, നീ രക്ഷപ്പെടും. ഇന്നത്തെ നിന്റെ തകർന്ന ചിത്രത്തിന് അറുതി വന്നിട്ട് നീ ദേശത്ത് രക്ഷപ്പെടാൻ പോകുന്നു. സഹപ്രവർത്തകരുടെ നടുവിൽ നീ രക്ഷപ്പെടാൻ പോകുന്നു. സഹപാഠികളുടെ നടുവിൽ നീ രക്ഷപ്പെടാൻ പോകുന്നു. ബിസിനസ്സുകാരുടെ നടുവിൽ നീ രക്ഷപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. പക്ഷേ ഈ ഭാഗം പെട്ടെന്ന് ചുരുക്കട്ടെ, നമ്മുടെ സമയം മുമ്പോട്ട് വന്നു. രക്ഷപ്പെടും എന്ന് പറഞ്ഞു. എന്താ അങ്ങനെയാണെങ്കിൽ ഇവിടെ വിശ്വാസം, ഇവിടെ അകത്ത് കിട്ടിയിരിക്കുന്ന വിശ്വാസം തൊട്ടാൽ രക്ഷപ്പെടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവളുടെ ഈ വിശ്വാസം പ്രവൃത്തിയിൽ വന്നാലേ ഇവക്ക് വിടുതലുണ്ട്. കാരണം അത് അവള് തന്നെ പറയുന്നുണ്ട്. എപ്പോഴാ എനിക്ക് വിടുതൽ? തൊട്ടാൽ രക്ഷപ്പെടും. ഗ്ലോറി, ആമേൻ. എന്നോടൊപ്പം കുറച്ചു പേരുണ്ട് കേട്ടോ, എനിക്കറിയാം. കുറച്ചു പേരെന്നോടൊപ്പം ഉണ്ട്. ഞാനിന്ന് രാത്രി കുമാരനല്ലൂർ IPSലെ പാസ്റ്റർ എനിക്ക് ഡേറ്റ് തന്ന സമയം മുതൽ ഞാൻ സാധാരണ സുവിശേഷത്തിന് പോകുമ്പോൾ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ചെല്ലുകയാണ് പതിവ്. ഞാൻ ഇവിടെ വന്നിറങ്ങിയ പാടെ എനിക്ക് ആ വീട് തുറന്നു തന്ന പ്രിയ അച്ഛനോട് ഞാൻ ചോദിച്ചു, ഇവിടുത്തെ അന്തരീക്ഷം. ആമേൻ. ഞാൻ അതുകൊണ്ട് തന്നെ ആത്മപ്രേരണയാൽ രാത്രി തിരുവചനം ഇവിടെ വിഭജിക്കുകയാ. വചനത്തിന് ബന്ധനമില്ല കേട്ടോ. കെട്ടഴിച്ചു വിട്ടാൽ, ഇന്ന് രാത്രി ഇത് കെട്ടഴിച്ചു വിട്ടാൽ എനിക്കറിയാം ഇത് വെറുതെ തിരിച്ചു വരത്തില്ല. ഇത് വെറുതെ തിരിച്ചു വരത്തില്ല. കണ്ണുനീരോടെ ഇവിടെ വിതച്ചാൽ എനിക്കറിയാം ഇത് വെറുതെ തിരിച്ചു വരത്തില്ല. ആർപ്പോടെ 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 ഒരു മടങ്ങി വരവുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവളുടെ വിശ്വാസം തൊട്ടാൽ രക്ഷപ്പെടും. തൊട്ടാൽ രക്ഷപ്പെടുമെന്നുള്ളതാ വിശ്വാസമെങ്കിൽ തൊടുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അഥവാ ഇവളുടെ ഈ വിശ്വാസം ഹൃദയത്തിൽ കൊണ്ടാണെന്നിട്ട് കാര്യമില്ല. രഹസ്യ കൂട്ടായ്മകളിൽ നടന്ന് അകത്ത് കിട്ടിയ ഈ വെളിപ്പാട് ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് യേശുവിന് സ്തോത്രം ചെയ്തും യേശുവിന് നന്ദി പറഞ്ഞും കാലം കഴിക്കുന്നത് കൊണ്ട് ഗുണമില്ല. ഇതിന് ആക്ഷൻ ആവശ്യം. ഫെയ്ത്ത് ഇൻ ആക്ഷൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ യേശുവിന്റെ സ്നേഹം വെറും തത്വമായിരുന്നില്ലല്ലോ. ലവ് ഇൻ ആക്ഷൻ. യേശു നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നില്ല. ഇരു കൈകാലുകൾ കാൽവരി ക്രൂശിൽ വിരിച്ചു കൊടുത്ത് സ്വന്തം തോളിൽ എനിക്ക് വേണ്ടി മരിച്ചതിലൂടെ യേശു തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. യെസ്, സ്നേഹം പ്രവൃത്തിയിൽ, വിശ്വാസം പ്രവൃത്തിയിൽ. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീയുടെ വിടുതൽ ഇവളെ ആശ്രയിച്ച് തന്നെയായിരിക്കുന്നത്. ഒരു കാര്യം ഓർക്കണം, ഏത് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് വ്യവസ്ഥ പാലിക്കാതെ നീ വണ്ടി കയറി നടന്ന് പൈസ ചെലവാക്കി കൂട്ടായ്മ ആചരിച്ച് നടന്നാലും
തിരുവചനപ്രകാരം നിന്റെ അകത്ത് കിട്ടിയ ദൈവപുത്രനെ കുറിച്ചുള്ള വെളിപ്പാട് നീ പരസ്യമായി വെളിപ്പെടുത്താൻ, പ്രവൃത്തിയിലൂടെ തെളിയിക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം നീ അനുഭവമില്ലാത്ത, വിടുതൽ അനുഭവിച്ചറിയാൻ കഴിയാത്ത ഇതിന്റെ ഒരനുഭാവി മാത്രമായിരിക്കും. അനുഭാവി മാത്രമായിരിക്കും. അപ്പൊ മൂന്നാമത്തെ ഇവരുടെ ഭാഗം തൊടുക എന്നുള്ളതാണ്. പക്ഷേ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ സ്ത്രീയെ തിരുവചന വെളിച്ചത്തിൽ പഠിച്ചാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം രക്തസ്രവമുള്ള ഒരു വ്യക്തി ആരെയും തൊടരുത് എന്നാണ് യഹൂദന്റെ പാരമ്പര്യം. ഇവര് ആരെയും തൊടാൻ പാടില്ല, ഇവരെയും ആരും തൊടാൻ പാടില്ല. ഇവരെവിടെയെങ്കിലും പോയിരുന്നാൽ ആ സ്ഥലം തന്നെ 7 ദിവസം അശുദ്ധമായി പ്രഖ്യാപിക്കും. അപ്പൊ യഹൂദന്റെ പാരമ്പര്യമനുസരിച്ച് ഈ സ്ത്രീയുടെ വിശ്വാസത്തെ നാം വിലയിരുത്തിയാൽ തൊട്ടാൽ രക്ഷപ്പെടും എന്ന വിശ്വാസം ഇവർക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരണമെങ്കിൽ അർത്ഥം ഇവൾ എന്തിനെ ഉപേക്ഷിക്കാൻ തയ്യാറാവണം? പ്രൈസ് ദി ലോർഡ്. അവൻ നിൽക്കുന്ന പാരമ്പര്യത്തെ കൈയൊഴിയുവാൻ തയ്യാറാവണം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. മനസ്സിലായോ? പാരമ്പര്യത്തിന്റെ മേൽ പൈശാചിക വ്യാപാരമുണ്ടെന്നുള്ള കാര്യം ഇന്ന് രാത്രി എന്റെ കേൾവിക്കാർക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വിടുതൽ ആവശ്യമുള്ള വ്യക്തിയെ തൊടുന്നതിൽ നിന്ന് തടയുന്ന പാരമ്പര്യം. ഗ്ലോറി, ഹല്ലേലൂയ. ഇവളുടെ മനസ്സ് ഒരു നിമിഷം പതറി. തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. പക്ഷേ തൊടാൻ നിയമമില്ല. ഞങ്ങളുടെ ഇടവക അനുവദിക്കുന്നില്ല. ഈ സ്ത്രീക്ക് പറയാനുള്ളത് അതാണ്. ഞങ്ങളുടെ ഇടവക എന്റെ വിശ്വാസ സത്യങ്ങൾക്ക് എതിരാ. ആമേൻ. തീരുമാനിക്കുക. ഗുണം ചെയ്യാത്ത, ജനത്തെ നിത്യതയിലെത്തിക്കാത്ത, ജനത്തെ വീണ്ടെടുപ്പുകാരന് അകറ്റി നിർത്തുന്ന, യഥാർത്ഥ രക്ഷിതാവിൽ നിന്ന് ജനത്തെ തടഞ്ഞു വെക്കുന്ന പാരമ്പര്യമാണോ നിനക്ക് വലുത്? നിന്റെ വിടുതലാണോ നിനക്ക് വലുതിന്റെ രാത്രി? ഹല്ലേലൂയ. അവളൊരു തീരുമാനമെടുക്കുക. യെസ്, അവളൊരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം? എന്തായാലും ഈ 10-12 വർഷം ഇങ്ങനെ ഞാൻ ജീവിച്ചിട്ട് എന്റെ പാരമ്പര്യം എന്നെ സഹായിച്ചില്ല. സ്തോത്രം. എനിക്കൊരു ഗുണവും ചെയ്തില്ല. അങ്ങനെയെങ്കിൽ ഞാൻ തൊടും. പ്രൈസ് ദി ലോർഡ്. ഞാൻ തൊടും. അവൾ തൊട്ടു. ആ ഭാഗം നമ്മളങ്ങനെ വായിക്കുന്നു. അവൾ വിശ്വാസത്താൽ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്ന എന്താ നമുക്കറിയാം. ഞാൻ ആ അടുത്ത ഭാഗം വിശദീകരിക്കുന്നതിന്റെ സമയം ഇവിടെ തീരുകയാണ്. ക്ഷണത്തിൽ. സ്തോത്രം. സുവിശേഷം ഇന്ന് രാത്രി കൊണ്ട് യോഗം ഇവിടെ കൊണ്ട് ഇന്ന് രാത്രി കൊണ്ട് ഇവിടെ തീരുന്നെങ്കിലും വിടുതൽ നാളെയല്ല. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ക്ഷണത്തിൽ വിടുതല. ക്ഷണത്തിൽ. ഹല്ലേലൂയ. ആ പദം കണ്ടോ? വിശ്വാസം അകത്ത് കത്തുന്നുണ്ടെങ്കിൽ നിന്റെ വിശ്വാസത്തിൽ ഒരു പ്രവൃത്തി ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നീ വെളിപ്പെടുത്താൻ തയ്യാറായാൽ, ഹല്ലേലൂയ. 4-ാമത്തെ പദം അറിഞ്ഞു. എന്തറിഞ്ഞു? അവള് പറഞ്ഞത് അവൾ അറിഞ്ഞത്. എന്താ അവള് പറഞ്ഞത്? ഞാൻ രക്ഷപ്പെടുമെന്ന് അവള് പറഞ്ഞത്. അവള് പറഞ്ഞത് ഇപ്പോൾ അവൾ അറിഞ്ഞു. എവിടെ? ശരീരത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി യോഗത്തിൽ വന്ന ചിലര് തങ്ങളുടെ ശരീരാത്മദേഹികളിൽ ഈ വിടുവിക്കുന്നവനെ ഒന്ന് അറിയണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതല്ല രസം. എനിക്ക് അവിടെയൊക്കെ പറയാൻ ഒത്തിരി ഉണ്ട്. ഞാൻ വിടുന്നു. സൗഖ്യമായ ശേഷം ശക്തി വ്യാപരിച്ചു. ഭയങ്കര പവർ, അസാധാരണ ശക്തി ഈ ശുഷ്കിച്ചുണങ്ങിയ ശരീരത്തിൽ വ്യാപരിച്ച ക്ഷണത്തിൽ ബാധ മാറി സ്വസ്ഥയായി എന്ന് അവൾ അറിഞ്ഞു. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന ഈ വൈദ്യന്മാർ ഇത്രയും കാലം പരിശോധിച്ചിട്ടും ഈ രോഗത്തിന് യഥാർത്ഥത്തിൽ സുഖം വരാതിരുന്നതിന്റെ ഒരു കാരണം
ഈ രോഗം വെറും രോഗമല്ലായിരുന്നു, ഇതിന്റെ പിൻപിൽ ഒരു ബാധയുണ്ടായിരുന്നു. അത് ഈ എക്സ്റേക്കകത്തൊന്നും കാണുകയില്ല. MRI സ്കാൻ ഒന്ന് എടുത്താലും നിന്റെ ദുരിതത്തിന്റെ പിൻപിൽ, നിന്നെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നയിക്കുന്ന ആ കെടുതിയുടെ പിൻപിൽ നിൽക്കുന്ന ദുരാത്മബാധയെ കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനങ്ങളും ഇന്ന് ലോകത്തിലില്ല. എന്നാൽ അഗ്നിജ്വാലക്കത്ത കണ്ണുള്ളവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വന്നവനാ. ഹല്ലേലൂയ. ബാധ മാറി, സ്വസ്ഥയായി അവൾ ശരീരത്തിൽ അറിഞ്ഞു. പിന്നെ അവിടെ നിന്നില്ല, അവൾ ആൾക്കൂട്ടത്തിൽ ഒളിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശു വിട്ടില്ല. രക്ഷിതാവിനെ അറിയുവോ, അനുഭവിക്കുവോ, എന്തേലും കിട്ടുവോ കിട്ടാതിരിക്കുവോ, അവരെവിടെയും പോട്ട്, എങ്ങനെയാലും നിന്നാട്ട്. യേശു എന്തിയാ കക്ഷി? ആ കക്ഷി എവിടെ? ആരാ? ശിഷ്യന്മാര്. അതാ ശിഷ്യന്മാരുടെ കുഴപ്പം. അതാരാ? ശരിക്കും പറഞ്ഞാൽ വിടുവിക്കപ്പെട്ടതാരാ, വിടുവിക്കപ്പെടാത്തതാരാന്ന് ഈ കൂട്ടത്തിൽ മുട്ടിയൊരുമി നടക്കുന്ന ഈ പുള്ളികൾക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ ഒരു ചന്ദ്രരോഗിയെ, ഒരു പേട്ടിയെറുക്കനെ കൊണ്ട മുമ്പിൽ ഇട്ടിട്ട് 9 ടീം അംഗങ്ങളും കൂടെ മണിക്കൂറുകൾ പരിശ്രമിച്ചിട്ട് ഒടുവിൽ അവനെ വശക്കേട് വരുത്തിയിട്ട് കർത്താവ് അത് കൈകാര്യം ചെയ്തു. ഹല്ലേലൂയ, ഗ്ലോറി പറഞ്ഞില്ലല്ലോ എല്ലാവരും. അതാ കണ്ടീഷൻ. പിന്നെ അവരെങ്ങനെ പറയും? അതെന്നാ ചോദ്യം? ഇത്രയും പേര് മുട്ടി ഒരുമി നിൽക്കുമോ? തിക്കിത്തെള്ളുന്നവരെയല്ല ഞാൻ തിരക്കിയത്, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവിടുത്തെ പതന അവൾ മറഞ്ഞിരിക്കുന്നില്ല എന്ന് കണ്ടിട്ട്, എന്ന് പറയാൻ സ്വന്തം തീരുമാനിച്ചതാ. എന്തിനാ ഒളിച്ചെന്നറിയാവോ? ഇനി പെട്ടെന്ന് ഇങ്ങനെ ഒരു അനുഭവമൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ് നസ്രായന്റെ പുറകെ പോയാ പിന്നെ എന്റെ അമ്മാച്ചനും പിണങ്ങും, എന്റെ അമ്മാവിയും പിണങ്ങും, ഉപ്പാപ്പനും ഉമ്മാമ്മയും എല്ലാം പിണങ്ങും. പിന്നെ വീട്ടിലൊരു കല്യാണം പോലും വെച്ചാൽ കയറിയാൽ അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. നിന്നെയാ കർത്താവ് ഇന്ന് രാത്രി അന്വേഷിക്കുന്നത്. ശക്തി അനുഭവിച്ചവനെവിടെ, അനുഭവിച്ചവളെവിടെ, പുറത്തു വരട്ടെ എന്ന ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് രാത്രി പറയാനുള്ളത്. ഹല്ലേലൂയ. ജനത്തെ തടയുന്ന പാരമ്പര്യ ശക്തികളുടെ ഇന്ന് രാത്രി നസറായന്റെ ശക്തി വ്യാപരിക്കുക. ഗ്ലോറി. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി ദൈവമക്കൾ എഴുന്നേറ്റ് നിൽക്കട്ടെ. ഒരു നിമിഷം, എല്ലാ ദൈവമക്കളും ഒരു നിമിഷം പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കട്ടെ. നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാതിരുന്ന സ്ത്രീ, സങ്കീർത്തനക്കാരൻ ഈ സത്യത്തെ പ്രതിപാദിക്കുന്നു, സവിസ്തരം വിശദീകരിക്കുന്നു. എന്താ? സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. ആർക്കും കഴിയാത്ത വീണ്ടെടുപ്പിനെ സാധിപ്പിക്കാനാ യേശു ഭൂമിയിലേക്ക് വന്നത് എന്ന പരമമായ സത്യമാ ഈ 12 വർഷം പഴക്കമുള്ള രോഗസൗഖ്യത്തിലൂടെ യേശു അവിടെ തെളിയിച്ചത്. ഹല്ലേലൂയ. എനിക്കറിയാം ഇന്ന് രാത്രി ഈ നസ്രായന്റെ ശക്തി ശരീരത്തിൽ അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ക്ഷണത്തിൽ ഈ ദൈവകൃപയൊന്ന് വ്യാപരിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ചിലർ ഇതിനകത്ത് നിൽപ്പുണ്ട്. ആരും മൗനമായി നിൽക്കാതെ ആദരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ആരും മൗനമായി നിൽക്കാതെ ശബ്ദമുയർത്തട്ടെ. ശബ്ദമുയർത്തി ശക്തിയോടെ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി പ്രിയപ്പെട്ടവർക്ക് ലക്ഷകൂടാതെ ഉയർത്തട്ടെ കരം. ദൈവമക്കളൊക്കെ ആദരങ്ങളെ തുടർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ശബ്ദമുയർത്തി ഒരു ആരാധന ഉയരട്ടെ. ഇവിടെ ഒരു ആരാധന ഉയരട്ടെ. ജനത്തെ തടഞ്ഞു വയ്ക്കുന്ന വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് വരുവാൻ കഴിയാതെ ജനത്തെ ബന്ധിച്ചിരിക്കുന്ന പാരമ്പര്യങ്ങളെ ഇന്ന് രാത്രി ദൈവശക്തിയെ വ്യാപരിക്കേണ്ടതിന് ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. രക്ഷിക്കാതെ കരമുയർത്താം ധൈര്യമായി. ഹല്ലേലൂയ. കരമുയർത്തിയവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു.